Good morning. In our last class, we could not conduct. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലാസ് നടത്താൻ കഴിഞ്ഞില്ല. അതിന് മുന്നേ ക്ലാസ്സിലോ we studied present simple tense. പ്രസന്റ് സിമ്പിൾ ടെൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതിൽ V1 പഠിച്ചു, ഹൗ ടു യൂസ് ഡു എന്ന് പഠിച്ചു, ഹൗ ടു യൂസ് ഡസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികൾ ഈ ക്ലാസ് കാണാൻ പാടില്ല, കാരണം മനസ്സിലാവില്ല. ഐ ആൾറെഡി ടോൾഡ് യു ഹാവ് ടു ലിസൺ ദ ക്ലാസ് മിനിമം 20 times, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, ക്ലാസ്സുകൾ പല പ്രാവശ്യം കണ്ടതിന് ശേഷം മാത്രമേ അത് മാറ്റി വയ്ക്കാൻ പാടുള്ളൂ. ടുഡേ we will see present continuous tense. present continuous അല്ലേ, എന്താണ്, വളരെ സിമ്പിളാണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ടെൻസാണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ എവിടെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്? Where do we use present continuous tense? That you have to learn now. Present continuous നമ്മൾ പ്രസന്റ് സിമ്പിൾ പഠിച്ചത്, അതായത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്, അതായത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യം പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? പ്രസന്റ് സിമ്പിൾ ഉപയോഗിക്കും. പിന്നെയോ ഒരു സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ എന്ത് ഉപയോഗിക്കും? പ്രസന്റ് സിമ്പിൾ ഉപയോഗിക്കും. പിന്നെന്താണ് വേണ്ടത്? ഒരു ഹാബിറ്റ്, ഒരു ഇഷ്ടം അല്ലേ, ഇഷ്ടം കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? പ്രസന്റ് സിമ്പിൾ ഉപയോഗിക്കും. അതിനോട് നമ്മൾ എസ് ഉപയോഗിച്ചു, ES ഉപയോഗിച്ചു, എല്ലാം നമ്മൾ കണ്ടു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് എവിടെ ഉപയോഗിക്കുന്നു നോക്കാം നമുക്ക്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, തിങ്സ് വിച്ച് ഹാപ്പൻസ് നൗ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, അത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് we use present continuous tense to show an event which is taking place at present അല്ലേ. ഈ സമയത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നു, ഈ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നു, ഈ സമയത്ത് നടക്കുന്നത് ശ്രദ്ധിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതായത് പറയുന്ന സമയത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് എന്ത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, an event which is taking place at present അല്ലേ. ഒരു എന്തും ആയിക്കോട്ടെ, അതായത് ഒരു പ്രവൃത്തി, അത് നമ്മൾ ഈ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെന്താണ്? പഠനം അല്ലെങ്കിൽ ജോലിയെ കുറിച്ച് പറയാനാണ് അല്ലേ. ഇപ്പൊ നമ്മുടെ ജോലി, ഇതെല്ലാം ഒന്നുകിൽ പഠിക്കൽ, ജോലി, ഇതിലെ വേറെ ഒന്നുമില്ല അല്ലേ. നമ്മൾ പറയുമ്പോ ഒന്ന് സംസാരിക്കുക, ഒന്നുകിൽ പഠനം അല്ലെങ്കിലോ ജോലി അല്ലേ. എല്ലാം ജോലികളാണ്. ഭക്ഷണം കഴിക്കുക എന്താണ്? ജോലിയാണ്. അതുപോലെ പിന്നെ ഉറങ്ങുക എന്താണ്? ജോലിയാണ് അല്ലേ. കളിക്കുക എന്താണ്? ജോലിയാണ് അല്ലേ. സോ an event which is taking place at present, അത് പഠനപരമായിട്ട് പറയാം. നമുക്ക് പറയാം I am studying അല്ലേ, ഞാൻ പഠിക്കുകയാണ്. അല്ലെങ്കിൽ I am working, ഞാൻ ജോലി ചെയ്യുകയാണ്. I am cooking, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പൊ എല്ലാം എന്താണ്? ജോലിയോ അല്ലെങ്കിൽ എന്താണ്
പഠനവും ആയിരിക്കും അല്ലേ? അപ്പൊ ഈ പഠനമായാലും ജോലി ആയാലും നമ്മൾ ഈ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പറയാണ് ഐ ആം സിംഗിങ്, ഞാൻ പാടുകയാവുന്നു അല്ലേ? ഞാൻ പാടുകയാവുന്നു എന്ന് പറയും. പാടുക എന്താണ്? ജോലിയാണ് അല്ലേ? ഞാൻ ഈ പാടുകയാവുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതുപോലെ പറയാണ് ഷീ ഈസ് ഡ്രോയിങ്. ഈ ഡ്രോയിങ് എന്താണ്? ജോലിയാണ് അല്ലേ? ഷീ ഈസ് ഡ്രോയിങ്. അപ്പൊ ഈ പറയുന്ന സമയത്ത് എന്താ പറയുന്നത്? അവൾ വരയ്ക്കുകയാകുന്നു എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഞാൻ പറയണേ ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുന്നു. ഐ ആം ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്നു എന്താണ്? ജോലിയാണ് അല്ലേ? ആ പറയുന്ന സമയത്ത് ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ പറയുന്ന സമയത്ത് ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിന് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയും. പിന്നെ നടക്കാനുള്ള കാര്യങ്ങൾ അതെന്താണ് സാധനം? നാളെ നടക്കാൻ പോകുന്നത്, ഭാവിയെ കുറിച്ച് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. പക്ഷെ എന്താണ്, നമ്മള് ഭാവിയെ കുറിച്ച് പറയുമ്പോൾ സമയം ഉപയോഗിക്കണം. സമയം നമ്മള് പറയണം, സമയം ഉപയോഗിക്കണം. അതായത് ഐ വിൽ കം ടുമോറോ, ഐ ആം ഗോയിങ് ടു മുംബൈ ടുമോറോ. ഐ ആം ഗോയിങ് ടു മുംബൈ ടുമോറോ, ഞാൻ നാളെ മുംബൈയിലേക്ക് പോകുന്നു അല്ലേ? അവിടെ ടുമോറോ എന്നുള്ള സമയമാണ്. അപ്പൊ ഭാവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുപയോഗിക്കണം? അവിടെ സമയം ഉപയോഗിക്കണം. അപ്പൊ ഭാവിയെ കുറിച്ച് പറയാൻ നമുക്ക് എന്തുപയോഗിക്കാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഒന്ന് നോക്കൂ. അപ്പോ വാട്ട് ഈസ് ദ വേർ ഡു വി യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്? What is the meaning of present continuous tense? See, present continuous tense is used to show an event. ഒരു സംഭവം which is ആ സംഭവം which is taking place നടന്നുകൊണ്ടിരിക്കുന്നു at the time of speaking. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അവിടെ നോക്കൂ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല എക്സാമ്പിൾ സാർ പറഞ്ഞു അല്ലേ? കുട്ടികൾ കളിക്കുന്നു, കുട്ടികൾ കളിക്കുകയാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? സാറി പറയുന്ന സമയത്ത് കുട്ടികള് ഗ്രൗണ്ടില് കളിക്കുകയാകുന്നു. They are playing എന്ന് പറഞ്ഞെന്താണ്? സാറ് പറയാണ് they are playing എന്ന് പറയുമ്പോ ആ പറയുന്ന സമയത്ത് ആ പ്രവൃത്തി അല്ലെ ആ കളി എന്താണ്? നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് അത് നടക്കണം. അപ്പൊ പറയാണ് മൈ മദർ ഈസ് കുക്കിംഗ്, എൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാകുന്നു എന്ന് പറയുമ്പോ എന്താണ്? പറയാണ് എൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ പറയുന്ന സമയത്ത് എന്താ അമ്മ ചെയ്യുന്നത്? അമ്മ അങ്ങനെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വി ആർ ലിസണിങ് മ്യൂസിക്, ഞങ്ങൾ മ്യൂസിക് കേൾക്കുകയാകുന്നു. ഞങ്ങൾ മ്യൂസിക് കേൾക്കുകയാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? വി ആർ ലിസണിങ് മ്യൂസിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ ഈ പറയുന്ന സമയത്ത് പാട്ടിങ്ങനെ വരികയാണ്, അതിങ്ങനെ കേൾക്കുക. മനസ്സിലായോ? That is we are listening music. അതായത് നമ്മൾ പറയുന്ന സമയത്ത് ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് പ്രവൃത്തിയായിരിക്കാം? ഒന്നുകിൽ പഠനമായിരിക്കാം, അല്ലെങ്കിലോ ജോലിയായിരിക്കാം. രണ്ടുമാകാം. ഒന്നുകിൽ പഠിക്കലാകാം, അല്ലെങ്കിൽ ജോലി ചെയ്യലായിരിക്കാം. ഇത് എന്തും ആകാം. രണ്ടും നമ്മൾ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാകുന്നു. മനസ്സിലായോ? പിന്നെ നടക്കാനുള്ള കാര്യങ്ങൾ, അതായത് ഭാവി, ഫ്യൂച്ചറിനെ നമ്മൾക്ക് എന്തിനുപയോഗിക്കാം?
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പറയാൻ ഉപയോഗിക്കാം. അതായത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? we have to use time we have to use there. How? See, I am going to attend a meeting tomorrow. I am going to meet a meeting tomorrow. ഞാൻ നാളെ ഒരു മീറ്റിങ്ങിന് പോവുകയാകുന്നു അല്ലേ? അപ്പൊ ഭാവിയെ പറയുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സമയം നമ്മൾക്ക് ഉപയോഗിക്കണം. ഇനി we will see how do we frame a present continuous tense. അല്ലെ, how do we use a present continuous tense? present continuous tense നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം? ഇപ്പൊ സാറ് പറഞ്ഞു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കാം. പിന്നെയോ ഒരു പഠനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ജോലിയെ കുറിച്ച് പറയാൻ ഉപയോഗിക്കാം. അല്ലെങ്കിലോ നടക്കാനുള്ള കാര്യങ്ങൾ സമയം ചേർത്ത് പറയാൻ നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹൗ ഡു വി യൂസ് അല്ലേ, നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് നോക്കണം അല്ലേ? എങ്ങനെയാണ്? അതായത് എന്തായാലും ചെയ്യുന്നുണ്ടാവല്ലോ. അപ്പൊ എന്താണ്? സബ്ജക്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? സബ്ജക്ട് ഉപയോഗിക്കണം. സബ്ജക്ട് ശേഷം ഈസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആം ഉപയോഗിക്കണം. ഈ മൂന്ന് ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ ഈസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആം ഉപയോഗിക്കാം. ഈ മൂന്നിന്റെ അർത്ഥം എന്താണ്? ആകുന്നു അല്ലേ? ഈസ് മീനിങ് എന്താണ്? ആകുന്നു. ആർ മീനിങ് എന്താണ്? ആകുന്നു. ആം മീനിങ് എന്താണ്? ആകുന്നു. ഈ മൂന്നിന്റെ മീനിങ് എന്താണ്? ആകുന്നു. പക്ഷെ മൂന്ന് ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടുണ്ടോ? പാടില്ല അല്ലേ? എവിടെ ഉപയോഗിക്കാം? ഈസ് നമ്മള് സിംഗുലറിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. സിംഗുലർ എന്താണ്? ഒരെണ്ണം. ആര്? ഒരെണ്ണം. ഹി, അവൻ. ഷീ, അവൾ. ഇറ്റ്, ഇത്. രാജു, ഒരാള്. സീത, ഒരാള്. സ്കൂൾ, ഒന്ന്. കേരള, ഒന്ന്. ഇന്ത്യ, ഒന്ന്. ഈ ഒരെണ്ണം മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുള്ളൂ? ഈസ് ഉപയോഗിക്കുള്ളൂ. എങ്ങനെ? രാജു ഈസ്, രാജു ആകുന്നു. രാധ ഈസ്, രാധ ആകുന്നു. സ്കൂൾ ഈസ്, കേരള ഈസ്. ഇന്ത്യ ഈസ്, മൈ മദർ ഈസ്, മൈ ഫാദർ ഈസ്, മൈ സിസ്റ്റർ ഈസ്. എല്ലാരും ഒരാളേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് എന്താണ് നമ്മള് ഈസ് ഉപയോഗിക്കുന്നു. ഇനിയോ നമ്മൾ ആർ ഉപയോഗിക്കുന്നു. ആറിന്റെ മീനിങ് എന്താണ്? ആകുന്നു. അവിടെ എന്താണ്? പ്ലൂറൽ ആണെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ, അതാണ് പ്ലൂറൽ എന്ന് പറയുമ്പോൾ. രണ്ടെണ്ണാവാം, അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. വി, നമ്മൾ. വി ആർ, നമ്മളാകുന്നു. വി ആർ. പിന്നെയോ യു, നിങ്ങൾ. യു ആർ, നിങ്ങളാകുന്നു. പിന്നെയോ they are, അവർ. they എന്താണ്? അവർ. they are, അവർ ആകുന്നു. see, you are reading, നിങ്ങൾ വായിക്കുകയാകുന്നു അല്ലേ? you are reading. ഇപ്പൊ നമ്മള് മലയാളത്തില് പിന്നെ ഇപ്പോ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ നമ്മൾ നീ എന്ന് പറയും അല്ലേ? പക്ഷേ പ്രായം കൂടുതലാണെങ്കിൽ നമ്മൾ പറയാ താങ്കൾ എന്നാ പറയാ അല്ലേ? നിങ്ങൾ എന്ന് പറയാൻ പാടില്ല. എനിക്കറിയാം ചില കുട്ടികള് അമ്മമാരെ വിളിക്കും നിങ്ങള് എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. കാരണം പിന്നെ റെസ്പെക്ട് ഇല്ലാത്ത വേർഡ്സ് ആണതല്ല. മനസ്സിലായോ? ഒരിക്കലും നിങ്ങളെ പ്രായം കൂടിയവരെയോ അല്ലെങ്കിൽ പാരൻസിനൊരിക്കലും നിങ്ങൾ എന്നോ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. എന്താ പറയാ? താങ്കളിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇനിയെങ്കിലും ഒരിക്കലും ഒരാളും പാരൻസിനെ നിങ്ങൾ എന്നുള്ള വാക്ക്, നിങ്ങളിന്റെ ഷോർട്ട് ഫോം എന്താണ്? നിങ്ങള്. സാറ് കേട്ടിട്ടുണ്ട്. അത് പറയാൻ പാടില്ല.
കേട്ടോ. അത് പാരൻസും ചെയ്യണം, പാരൻസും അത് സ്റ്റോപ്പ് ചെയ്യണം. അത് നാളെ നമ്മൾ കുട്ടികളും പുറത്ത് പോകുമ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചോദിക്കും, താൻ്റെ കുട്ടിയാണ് ചോദിക്കും അല്ലേ. അപ്പോൾ അത് നമ്മുടെ ഒരു മോശമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആർ എന്നുള്ളത് പ്ലൂറൽ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതായത് വി, നമ്മൾ, വി ആർ ഗോയിങ്, നമ്മൾ പോവുകയാകുന്നു, വി ആർ പ്ലേയിങ്, നമ്മൾ കളിക്കുകയാകുന്നു, വി ആർ സ്റ്റഡിയിങ്, നമ്മൾ പഠിക്കുകയാകുന്നു. പിന്നെയോ യു, നിങ്ങൾ, യു ആർ ഗോയിങ്, യു ആർ സ്റ്റുഡൻസ്, നിങ്ങൾ സ്റ്റുഡൻസ് ആകുന്നുണ്ടോ, ആകുന്നു. യു ആർ റീഡിങ് എ ബുക്ക്. എപ്പോ ഞാൻ ആ പറയുന്ന സമയത്ത് നിങ്ങൾ പറയാണ് യു ആർ റീഡിങ് എ ബുക്ക് എന്ന് പറയുമ്പോൾ ആ പറയുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാവും. യു ആർ റീഡിങ് ബുക്ക്. അതല്ലാണ്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ബുക്ക് വായിച്ചു ഞാൻ പറയാണ് യു ആർ റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം യു ആർ റീഡിങ് എ ബുക്ക് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആ സമയത്ത് ബുക്ക് വായിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പറയുന്ന സമയത്ത് ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ പറയാണ് മൈ മദർ ഈസ് കുക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ പറയുന്ന സമയത്ത് അമ്മ എന്താ ചെയ്യണത്, അവിടെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാണ്ട് പിന്നെ നമ്മൾ രാവിലെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ പറയാണ് മൈ മദർ ഈസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എപ്പോഴാണ് മദർ കുക്ക് ചെയ്തത്, രാവിലെയാണ്. നമ്മളിപ്പോഴാണ് പറയുന്നത്, തെറ്റാണ്. നമ്മൾ പറയുന്ന സമയത്ത് ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കണം അല്ലേ. അപ്പൊ വേർഡ് മീൻസ് ആർ വി യൂസ് only with the plural. എന്താ പ്ലൂറൽ? വി, നമ്മൾ, യു, നിങ്ങൾ, and they, അവർ. പിന്നെ എന്താണുള്ളത്, ആം ഉണ്ട്. ആമിന്റെ മീനിങ് എന്താണ്, ആകുന്നു അല്ലേ. ആം അവിടെ ഉപയോഗിക്കുന്നത് നമ്മള് ഐയുടെ കൂടെ മാത്രം നമ്മൾ എന്ത് ഉപയോഗിക്കുള്ളൂ, ആം ഉപയോഗിക്കുള്ളൂ. ഐയുടെ കൂടെ നമ്മൾ ഈസ് ഉപയോഗിക്കില്ല, ഐയുടെ കൂടെ ആർ ഉപയോഗിക്കില്ല. എന്താ നമ്മൾ ഐയുടെ കൂടെ ഉപയോഗിക്കാം, ആം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഐ ആം ടീച്ചിങ്, ഞാൻ പഠിക്കുകയാകുന്നു അല്ലേ. ഐ ആം ലിസണിങ്, ഞാൻ ശ്രദ്ധിക്കുകയാകുന്നു. ഐ ആം റീഡിങ്, ഞാൻ വായിക്കുകയാകുന്നു. ഐ ആം പ്ലേയിങ്, ഞാൻ കളിക്കുകയാകുന്നു. അപ്പൊ എല്ലാം നോക്കൂ, ഈ എല്ലാ ആമിന്റെയും ഈസിന്റെയും ആറിന്റെ എല്ലാത്തിനും ശേഷം ing ഫോം വരുന്നുണ്ട്. ഐ ആം പ്ലേയിങ്, ഐ ആം റീഡിങ്. കണ്ടോ, ഐ ആം റീഡിങ്, ഐ ആം ലിസണിങ്, ഐ ആം ഡ്രോയിങ്, ഐ ആം സ്ലീപ്പിംഗ്, ദേ ആർ പ്ലേയിങ്, ദേ ആർ റീഡിങ്, ദേ ആർ കുക്കിംഗ്. കണ്ടോ, അതിനെല്ലാം കൂടെ എന്ത് ഉപയോഗിക്കും, നമ്മള് ing ഫോം ഉപയോഗിക്കുന്നുണ്ട്. ഇനിയോ നമുക്ക് പറയാം, ഐ ആം അറ്റ് ദ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സമയത്ത്. നമുക്ക് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നുകൂടി എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം, ഞാനിതെപ്പോ ഉറങ്ങുകയായിരുന്നു, ഞാനിപ്പോ കളിക്കുകയായിരുന്നു പറയില്ലേ, ഞാനിതെപ്പോ കളിക്കുകയായിരുന്നു, ഞാനിപ്പോ പഠിക്കുകയായിരുന്നു എന്നൊക്കെ പറയില്ല നമ്മള്. ഇപ്പൊ പഠിക്കുകയായിരുന്നു അല്ലെ, ഇപ്പോ ആ സമയത്ത് കാണിക്കാൻ വേണ്ടി പറയാം, അറ്റ് ദ മൊമെന്റ് പറയാം. അറ്റ് ദ മൊമെന്റ്, ജസ്റ്റ് നോ ഐ വാസ് സ്ലീപ്പിംഗ്, ഇപ്പൊ ഞാൻ ഉറങ്ങുകയായിരുന്നു. ജസ്റ്റ് നോ ഐ ആം സ്ലീപ്പിംഗ്, ജസ്റ്റ് നോ ഐ ആം റീഡിങ് എന്ന് പറയാം. അതായത് ആ സമയത്ത് നിർബന്ധമല്ല. ഇഫ് യു വാണ്ട് വി ക്യാൻ യൂസ് ദിസ് ടൈം. എന്തൊക്കെ ഉപയോഗിക്കാം നമുക്ക്, അറ്റ് ദ മൊമെന്റ് വി ക്യാൻ സേ, just now we can say, or right now we are going to play. നമ്മൾ ഇപ്പോ കളിക്കാൻ പോവാണ് അല്ലേ പറയാം. right now the train is coming, the train വന്നിരിക്കുകയാണ്. right now, see, right now the film going to start എന്ന് പറയാം. അപ്പൊ ഈ right now, just now,
അറ്റ് ദ മൊമെന്റ്. ഇതെല്ലാം നമുക്ക് ഒന്നും കൂടി നമ്മളെ ടെൻസിനെ മധുരമാക്കാൻ ഉപയോഗിക്കാം. നിർബന്ധമല്ല, we can use. Now you see, I am reading. ഞാൻ വായിക്കുകയാകുന്നു. പിന്നെ I am not reading. ഞാൻ വായിക്കുകയല്ല. She is reading. She is reading. അവൾ വായിക്കുകയാകുന്നു. ഇനിയോ അവൾ വായിക്കുകയല്ല. How do you say? She is not reading. അവൾ വായിക്കുകയല്ല. ഉണ്ടോ? അവൾ വായിക്കുകയാകുന്നു എന്ന് അങ്ങനെ പറയാം. She is reading. പിന്നെയോ അവൾ വായിക്കുകയല്ല എന്ന് പറയാ. She is not reading. പിന്നെയോ ഇനി ചോദ്യം ചോദിക്കാം നമുക്ക്, അവൾ വായിക്കുകയാണോ? നമ്മളെന്താ ചെയ്യാ? നമ്മളെ കണ്ണൊക്കെ വലുതാക്കി കുരുകെല്ലാം ചുരുക്കിയിട്ട് പറയും ഷീ ഈസ് റീഡിങ് എന്ന് ചോദിക്കും. അപ്പൊ എന്താ പറയാ? അല്ല. കാരണം എന്താ? നമ്മുടെ വേ ഓഫ് എക്സ്പ്രഷൻ സേസ് ദാറ്റ് വി ആർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ. നമ്മുടെ ഫേസിന്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ പറയത് ഇത് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ള പറയും. അത് തെറ്റാണ്. അവൾ പഠിക്കുകയാണോ എന്ന് നമ്മളെന്താ ചെയ്യാം? ഈ ഈസ് ഉണ്ടല്ലോ, ഇത് നമ്മളെന്താ ചെയ്യും? നമ്മളിവിടെ കൊണ്ടുവരും, ആദ്യം കൊണ്ടുവരും. അപ്പൊ എന്തായി? ഈസ് ഷീ റീഡിങ്? അവൾ വായിക്കുകയാണോ? കറക്റ്റ് ചോദ്യമാണ്. അതായത് ഈ ഈസ് ആയാലും ആറായാലും എന്തായാലും എന്ത് ചെയ്യും? നമ്മള് ആദ്യം എഴുതി കഴിഞ്ഞാൽ അത് ചോദ്യമായി മാറും. ഈസ് ഷീ റീഡിങ്? അവൾ വായിക്കുകയാണോ? നോക്കി, they are reading. അവർ വായിക്കുകയാകുന്നു. ഇനി നിങ്ങൾ പറയൂ, അവർ വായിക്കുകയല്ല. How do you say? They are not reading. They are not reading. ഇനി എങ്ങനെ ചെയ്യാ? അവർ വായിക്കുകയാണോ? Ask a question now. Just do one thing. ഈ ആറ് എന്ത് ചെയ്യും? ആറ് നമ്മളെ ഇവിടെ കൊണ്ടിടും. അപ്പൊ എന്തായി? Are they reading? അവർ വായിക്കുകയാണോ? Are they reading? ഇനി നോക്കൂ, അവർ ഉറങ്ങുകയാകുന്നു. How do you say? അവർ ഉറങ്ങുകയാകുന്നു. പറയൂ, they are sleeping. അല്ലേ? ഇനി പറയൂ, അവർ ഉറങ്ങുകയല്ല. How do you say? they are not sleeping. അല്ലേ? they are not sleeping. ഇനി ചോദിക്കൂ, അവർ ഉറങ്ങുകയാണോ? എങ്ങനെ പറയാ? are they sleeping? മനസ്സിലായോ? ഈ ആറെന്ത് നമ്മള് ആദ്യം കൊണ്ട് എഴുതി. അപ്പൊ എന്തായി? ക്വസ്റ്റ്യൻ ആയി. ഇനി നോക്കൂ, my father is driving. അല്ലേ? എന്റെ ഫാദർ ഡ്രൈവ് ചെയ്യുകയാകുന്നു. വണ്ടി, കാർ ഡ്രൈവ് ചെയ്യുകയാകുന്നു എന്റെ ഫാദർ എന്ന് പറയാം. എന്റെ ഫാദർ ഡ്രൈവ് ചെയ്യുകയല്ല എന്ന് പറയാം. എന്റെ ഫാദർ ഡ്രൈവിംഗ് ചെയ്യുകയല്ല എന്ന് പറയാ. മൈ ഫാദർ ഈസ് നോട്ട് ഡ്രൈവിംഗ്. അല്ലേ? എന്റെ ഫാദർ ഡ്രൈവിംഗ് ചെയ്യുകയല്ല. ഞാൻ ചോദിക്കൂ, എന്റെ ഫാദർ ഡ്രൈവ് ചെയ്യുകയാണോ? എന്താ ചെയ്യാ? ഈസിനോട് പിടിക്കുക. ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായി? ചോദ്യം, ഈസ് മൈ ഫാദർ ഡ്രൈവിംഗ്? ഈസ് മൈ ഫാദർ ഡ്രൈവിംഗ്? ഇനി നോക്കൂ, she is you are cooking. അല്ലേ? നമ്മൾ പറയാണ് you are cooking. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയാകുന്നു. you are cooking. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയാകുന്നു. ഇനി പറയൂ, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയല്ല. How do you say? you are not cooking. Clear? you are not cooking. എന്ന് ചോദിക്കണം, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയാണോ? കുട്ടികൾ എന്ത് ചെയ്യാം? അടുക്കളയിൽ പോയിട്ട് നോക്കാണ് അമ്മ എന്താ ചെയ്യുന്നതെന്ന്. അപ്പൊ അമ്മ അവിടെ നല്ല ഭക്ഷണം ഉണ്ടാകും. അപ്പൊ അമ്മയോട് ചോദിക്കാണ്, അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണോ? How do you say? you make it, bring it here. are you cooking? are you cooking? നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയാണോ? So children, this is about present continuous tense. Listen the class 20 times.
with the parents and understand properly. Okay, understand properly and study well. Okay, നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം, നന്നായിട്ട് പഠിക്കണം. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ക്ലാസ് കേൾക്കണം, കേട്ട ശേഷം പ്രാക്ടീസ് ചെയ്യണം. You ask this to your parents, ask this to your brothers, your sisters, and make them. Okay, children, thank you.